ഇന്നൊരു ഓഫ് ദിവസം എന്നത്തെ പോലെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴാണ് സൽമാൻ എന്നോട് ചോദിക്കുന്നത്. കുറച്ച് ചെക്കന്മാരുണ്ട് ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് കുറെ ആയി ഓലൊക്കെ കണ്ടിട്ട് നമ്മൾ ഏതായാലും ഇവിടെ റൂമിൽ വെറുതെ ഇരിക്കല്ലേ, നമ്മൾ അവിടെ ഒന്ന് പോയൊക്കെ ആലോചിച്ചു. നിങ്ങൾ ഓലെടുത്ത് എത്തിയപ്പോൾ എല്ലാവരും കൂടി ബാറ്റും ബോളൊക്കെ എടുത്ത് ഒരുങ്ങി ഇറങ്ങിയിരിക്കണം കളിച്ചാൻ വേണ്ടി. ഞങ്ങളൊന്നും നോക്കില്ല, നേരെ കൂടി ഓലപ്പം കുറെ കാലമായി ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ഭയങ്കര പൂതി ഉണ്ടായിനി. വേറെ എവിടെക്കല്ല പോയത്, വെസ്റ്റ് ഹാം പാർക്കാണ്, ഇവിടെ നേരെ അപ്പുറത്ത് തന്നെയാണ്. ഈ വീഡിയോയിലിന്റെ സൗണ്ടിന് എന്തെങ്കിലും അപാകതകൾ അല്ലെ ആ സംഭവം ഏതായാലും അതുണ്ടായത് ഒരാഴ്ചയായിട്ട് ഫ്യൂറും ഫ്ലൂ ഒക്കെയാണ്, അതുകൊണ്ട് സൗണ്ട് ഭയങ്കര മോശമായി. ഞാൻ കുറെ വെയിറ്റ് ചെയ്ത് നിന്നു, എന്തൊക്കെ ചെയ്തിട്ട് സൗണ്ട് അങ്ങോട്ട് കുസിയാവണില്ല. ലാസ്റ്റ് ഞാൻ കരുതി ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മളെ സൗണ്ട് ഒക്കെ റെഡി ആവുന്ന കരുതി. അങ്ങനെ 2-3 മണിക്കൂർ നേരത്തെ ക്രിക്കറ്റ് കളിയും കച്ചറി അടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഇനി ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പുറത്തെ ടർഫ് പോകുമ്പോഴാണ് ഇത് കണ്ടത്. ഒരു ചെറിയ കുട്ടീനെ എന്റെ അമ്മച്ചി ഫുട്ബോൾ ട്രെയിൻ ചെയ്യിക്കണം. ഇന്നൊക്കെ ഈ പ്രായത്തിൽ എന്റെ അമ്മച്ചി തൊട്ടു കൂടെ ആട്ടി അടിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി ടർഫിൽ എത്തിയത് നമ്മളെ സ്ട്രാറ്റ്ഫോർഡ് അൽസൈത്തിന്റെ കടലുള്ള പാർക്കിലുള്ള ടർഫാണ് കേട്ടോ. കമാൻഡിന്ന് ത്രിപാഠിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് അവേഴ്സ് ആണ് ഈ ടർഫിൽ കിട്ടിയത്. അതൊന്നല്ല കേട്ടോ, സത്യം പറഞ്ഞ ഈ ടർഫിന്റെ സൈഡത്തെ ഗ്രില്ലിന് ചെറിയൊരു വിടവുണ്ട്, അതിനെക്കൂടെയാണ് നമ്മളെല്ലാവരും കയറിയത്. അങ്ങനെ അവിടെയുള്ള ചെക്കന്മാരും കൂട്ടി 1.5 മണിക്കൂർ നേരത്തെ ഫുട്ബോൾ കളിയും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മതിയാവല്ലോ തുടങ്ങി. അതെന്ത് അടുത്തതൊന്നുമില്ല, ഓല അതിലങ്ങോട്ടും പോയി ഞങ്ങൾ ഇതിലങ്ങോട്ടും പോന്നു. നേരെ പോയി വീട്ടിൽ ടിവിയും കണ്ട് കുറച്ച് ഫുഡ് അങ്ങോട്ട് കഴിച്ചു, അത് കഴിഞ്ഞു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പരിഗണിക്കുക, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ പ്രചോദനം. എന്നാ ശരി.